ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടെ ഈ നിയോജകമണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയും എന്ന വിശ്വാസമുണ്ട്. കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകരൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് എൻ്റെ വിജയത്തിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ജനങ്ങളിൽ വളരെ നല്ല പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. 81 സീറ്റാണ് ഇത്തവണ കോൺഗ്രസ്സിന് മത്സരിക്കാൻ ലഭിച്ചത്. 59ഓളം സീറ്റുകൾ ഘടകകക്ഷിക്ക് കൊടുക്കേണ്ടി വന്നപ്പോൾ പല ആളുകളെയും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും 44ഓളം പുതുമുഖങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു. കഴിയുന്നത്ര എല്ലാവരെയും ഉൾക്കൊള്ളാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം സൂചിപ്പിച്ചത്. ഏതായാലും ഹൈക്കമാൻഡ് അംഗീകരിച്ച ഈ ലിസ്റ്റ് കേരളത്തിലെ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ സ്വീകരിക്കും. ആ സ്ഥാനാർത്ഥികളൊക്കെ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ കർമ്മരംഗത്തുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ കോൺഗ്രസ് ഒരു വിശാലമായൊരു ജനാധിപത്യ സംഘടന ആയതുകൊണ്ട് അല്പം ചിലരൊക്കെ ചില വികാര പ്രകടനങ്ങൾ നടത്തിയാലും അവരും UDFിൻ്റെ വിജയത്തിന് വേണ്ടി ഇനി മുതൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്.